ഹലോ ഗൈസ്, ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന മാംഗോ സ്റ്റിക്കി റൈസ് അതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. തേങ്ങ, മാങ്ങ, അരി ഈ 3 സാധനം ഉണ്ടെങ്കിൽ ഇപ്പോൾ റെഡിയാക്കാം. ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. അരക്കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. അതിൻ്റെ തേങ്ങാപ്പാലെടുക്കാം. അതേസമയം വേറൊരു പാത്രത്തിൽ അരക്കപ്പ് അരിയിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചോറാക്കിയിട്ട് വെക്കാം. ഒരിക്കൽ അരച്ചിട്ടായി. അങ്ങനെ രണ്ടാമത് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാലെടുത്തോ. ഈ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പാകത്തിന് ഉപ്പ്, പിന്നെ പഞ്ചസാരക്ക് പകരം മിൽക്ക് മെയ്ഡ് ഇടുന്നെങ്കിൽ അതും ഇടാം. പിന്നെ 1 ടേബിൾ സ്പൂണ് അരിപ്പൊടിക്ക് പകരം മൈദപ്പൊടിയും യൂസ് ആക്കാം. എന്നിട്ട് കട്ടയില്ലാണ്ട് മിക്സാക്കി എടുക്കുക. മിക്സാക്കിയതിന് ശേഷം ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതിനെ കുറുക്കിയിട്ട് എടുക്കുക. നല്ലോണം ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് ലൂസായിക്കോ. എന്നിട്ട് ലാസ്റ്റ് ഗ്യാസ് ഓഫ് ആക്കുന്ന സമയത്ത് ഈ പരുവായിരിക്കണം ഉണ്ടാകുന്നത്, ഇത്ര കൺസിസ്റ്റൻസി. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ ചോറിലേക്ക് കുറച്ചിടാം. എന്നിട്ട് മിക്സാക്കി കൊടുക്കാം. തികഞ്ഞില്ലെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം. അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു ഓൾമോസ്റ്റ് 4-5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടാവും ഈ പരുവം കിട്ടണമെങ്കിൽ. എന്നിട്ട് ഇതിനെ കുറച്ച് നേരം അടച്ചു വെച്ചാൽ മതി. എന്നിട്ട് മാങ്ങ കട്ട് ചെയ്യുന്നതിലേക്ക് പോകാം. നന്നായി പഴുത്ത മാങ്ങ ആയിരിക്കണം. നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. ഈ സമയത്താണ് നമ്മളെ ക്രിയേറ്റിവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനെ മുറിക്കാം. ഞാൻ സിമ്പിളായിട്ടാണ് മുറിച്ചത്. നിങ്ങളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് മുറിച്ചോ. നമ്മളെ ചോറിപ്പോൾ തണിഞ്ഞിട്ടുണ്ടാവും കുറച്ച്. അത് ഒരു പാത്രത്തിലിട്ടിട്ട് ഷേപ്പാക്കിയിട്ട് എടുക്കാം. പ്ലേറ്റിൽ വെക്കാനും വേണ്ടിയിട്ട് നല്ലൊരു കാണുമ്പോൾ ഒരു പ്രസൻറ്റേഷൻ വേണ്ടേ. അങ്ങനെ പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് ഇടാം. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ച മാങ്ങയില്ലേ, മാങ്ങാനെ ഞാൻ ഇപ്പോൾ അറേഞ്ച് ചെയ്തത് നമ്മളെ റോസിൻ്റെ എല്ലാം പെറ്റൽസ് എല്ലാം ഉണ്ടാകുന്നില്ലേ, അതുപോലെയാണ് ഞാൻ അറേഞ്ച് ആക്കിയിട്ട് വെച്ചത്. എൻ്റെ ഫൈനൽ ലുക്ക് നോക്കിക്കോ. ടാ, എങ്ങനെയുണ്ട് ഗൈസ്? ചേലുണ്ടാ? അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് നോക്കണോ. പിന്നൊരു ഐഡിയ എനിക്ക് പെട്ടെന്ന് മനസ്സിലുദിച്ച്, എന്തെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെച്ച് നോക്കിയാലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി, നല്ലൊരു 10-15 മിനിറ്റ് ഫ്രീസറിൽ വെച്ച്. മറന്നുകൊണ്ടാണ് നിങ്ങൾ വെച്ചെങ്കിൽ. അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് തണുപ്പാക്കിയിട്ട് ഞാൻ സെർവ് ആക്കിയതാണ്. തണുപ്പ് ആയിനാന്ന് ചോദിച്ചാൽ ആയിന്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. എന്തെന്നാൽ ഉള്ളിൽ ജസ്റ്റ് ഇങ്ങനെ ചെറിയ ചൂടുണ്ടായിന്, പുറമെ മാത്രം കുറച്ച് തണുത്തിട്ടാണ് ഉണ്ടായത്. ഇനി എന്താക്കാം, ഈ ക്രീമിനെ ഇതൊക്കെ ഇങ്ങനെ ഒഴിക്കാം. നല്ല പാങ്ങല ഒഴിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി തിന്നാൻ തോന്നില്ലേ. ഈ ഒഴിക്കുന്നെല്ലാം കണ്ടിട്ടാകുമ്പോഴാണ് എനിക്കും ആക്കാൻ തോന്നിയത്. ഒരു പീസ് മാങ്ങാവും കുറച്ച് ചോറും അതിൻ്റെ ക്രീമും എല്ലാം മിക്സാക്കിയിട്ട് എന്നിട്ട് വായിലിട്ടിട്ട് ഇങ്ങനെ അലിയിക്കാം. എനിക്കിത് തിന്നിട്ടാകുമ്പോൾ തോന്നിയത് അത്ര ഹൈപ്പ് കൊടുത്തിട്ടുള്ള ചേലൊന്നല്ല, എന്നാലും ഓക്കെ. എനിക്ക് ഷുഗറിൻ്റെ മധുരം വലിയ ഇഷ്ടമില്ല. ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഇട്ടാൽ ഇതിനാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു ഞാൻ. ഹസ്ബൻഡിന് ഇഷ്ടമായിന്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കാം. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഇല്ല അത് തന്നെ ഇട്ടോവാ, അതായിരിക്കും നല്ല. പിന്നെ മാങ്ങ നല്ല പോത്തിട്ടും ഉണ്ടാവണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് വരാം. ബൈ.